ഹലോ ഹായ്, നമുക്കൊന്ന് ഷോപ്പിംഗ് മോൾ കണ്ടിട്ട് വന്നാലോ. ഇത് മിഡ് വാലി എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോളാണ് മലേഷ്യയിലുള്ള. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പാണ്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കൗണ്ടറും ഉണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലാതെ മെഷീൻസും ഉണ്ട്. മെഷീൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഇല്ലേ, ഇതാണ് കേട്ടോ കാണുന്ന മെഷീൻസ്. അപ്പോൾ ആ മെഷീൻസിൽ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വരും, എമൗണ്ട് മൊത്തം വരും. അപ്പോൾ നമ്മൾ ATM കാർഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഏതെങ്കിലും ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് കുറേ മലേഷ്യൻ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന കുറേ കടകളുണ്ട്. പിന്നെ 2 ചേച്ചിമാർ അവിടെ നിൽക്കുന്നുണ്ട്, ആരാന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. പിന്നെ അവിടുത്തെ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്. അല്ല, ഫ്ലവർ ഷോപ്പ് അല്ല കേട്ടോ, ഈ ചെടികളൊക്കെ വെക്കുന്ന പ്ലാന്റിൻ്റെ ഒരു ഷോപ്പുണ്ട്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ കാർ പാർക്കിലേക്ക് നടന്ന് പോകാം കേട്ടോ. ഞാൻ കുറേ ദൂരെയാണ് കാർ പാർക്ക് ചെയ്തത്. അപ്പോൾ കണ്ട നമ്മൾ ഈ ഇതിലെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇട്ട് അവിടെ അതിനിപ്പം ഒരു ക്ലിപ്പ് ഒക്കെ എടുക്കുക വെച്ചാൽ അതിനൊരു 3 റിങ്കറ്റ്. ഒരു റിങ്കറ്റ് എന്ന് വെച്ചാൽ 23 രൂപ. അപ്പോൾ 23 × 3 3 2 6 69 റുപ്പീസ്. കണ്ടോ, 3-4 റിങ്കറ്റ് തന്നെ. 3 എടുക്കുക വെച്ചാൽ 10 റിങ്കറ്റ്. അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. എന്നാലും ഏകദേശം നല്ല കുറച്ച് വില കുറഞ്ഞ സംഭവമാണ് അവിടെ ഉള്ളത്. അപ്പം പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് വാങ്ങും കേട്ടോ. അവിടെ നല്ല അടിപൊളി സംഭവമൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങും. നമ്മൾക്ക് ചൂസ് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം നടന്നു പോകുന്ന വഴിയിൽ കണ്ണ് കടകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇത് ഹിമാലയൻ്റെ ഷോപ്പാണ്. ഞാൻ വിചാരിച്ചിട്ടോ, ഹിമാലയ എന്ന് വെച്ചാലേ അത് നമ്മളെ ഇന്ത്യയിലത്തെ പ്രൊഡക്റ്റ് അല്ലേ ഹിമാലയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഷോപ്പിൽ ഹിമാലയൻ്റെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് ഇതൊരു ചൈനീസ് ഷോപ്പാണ് കണ്ടോ. ഒരു ചൈനീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ കാണുന്നത്. പിന്നെ പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. അതെന്താണ് ഐസ്ക്രീമോ, പിന്നെന്താണ് ഇതൊരു ടോയ് ഷോപ്പാണ് തോന്നുന്നത്. അവിടെ കുറേ മനോഹരമായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വിലയാണ്, തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഈ ഷോപ്പിൻ്റെ ഉള്ളിലത്തെ സാധനത്തിന് നോക്കാം. പിന്നെ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ ഞാൻ എലിവേറ്റർ കണ്ട്. പിന്നെ ഞാൻ എലിവേറ്ററിൽ പോയി. പിന്നെ ഞാൻ കാർ പാർക്കിലെത്തി. ഇത് കാർ പാർക്കിൽ അവിടെ ലേഡീസ് ഓൺലി പാർക്കാണ്. ലേഡീസ് ഓൺലി ഉണ്ട്, മിക്സഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ലേഡീസ് ഓൺലിയിലാണ് പാർക്ക് ചെയ്തത്. അവിടെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും മിക്കവാറും സമയത്ത്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളെ വണ്ടി കൂടെ പോകുന്നതാണ്. സെക്യൂരിറ്റി ഗാർഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല, കാർ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏത് പാർക്കിംഗ് സ്ഥലത്താണെന്ന് വെച്ചാൽ അവർ പറയും പാർക്ക് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. ഇനി നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം.